ഹലോ ഹായ് അധികം ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത തണ്ണിമത്തൻ ഐസ്ക്രീമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെങ്കിലും വളരെ പവർഫുള്ളാണ് കേട്ടോ. ഇത്രയും പവർഫുള്ളായിട്ടുള്ള തണ്ണിമത്തൻ ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ വിനീത, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ആദ്യം തന്നെ ഒരു ബ്ലെൻഡറിലേക്ക് ഞാൻ 2 കപ്പ് വാട്ടർ മെലൺ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് തണ്ണിമത്തൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് കുരുവൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. വാട്ടർ മെലൻ്റെ കുരു വളരെ ഹെൽത്തിയാണ്, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് ജ്യൂസ് ഇനി നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അരഞ്ഞ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ അരിച്ചു മാറ്റും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറേ കുരുവൊക്കെ മാറ്റി, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുരുവൊക്കെ അതിനുള്ളിൽ തന്നെ കിടന്നോട്ടെ. അത് നോക്ക്, ഇനി നമ്മളതിനെ അരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 കപ്പ് വാട്ടർ മെലൻ്റെ പീസസ്, ചെറുതായി കട്ട് ചെയ്ത പീസസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരുന്ന തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 കപ്പ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം സിമ്മിൽ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ്, 1 നുള്ളിൻ്റെ പകുതി ആയാലും മതി, ഉപ്പ് ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ തണ്ണിമത്തൻ്റെ ജ്യൂസിൽ മിക്സ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായാൽ നമ്മുടെ ഐസ്ക്രീം ക്രിസ്റ്റൽ ഫോമിലാകും. അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായി വറ്റിച്ച് ആ വാട്ടർ മെലൻ്റെ പീസസും ഒക്കെ വെന്ത് നന്നായി കുറുകി വരണം. നന്നായി ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ ചേർത്തേക്കുന്ന കാരണം നന്നായി ഇളക്കി കൊടുക്കണം, അടി പിടിക്കാൻ അനുവദിക്കരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് കുറുക്കി എടുക്കണം. ഇപ്പം നന്നായി നമ്മുടെ ഇത് കുറുകി വരുന്നുണ്ട്, തിളയ്ക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. അതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് അടിച്ച് നല്ല സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് അടിച്ച് വിപ്പ് ചെയ്യണം. ക്രീമി ആയേ പോരാ, നല്ല സ്റ്റിഫായിട്ട് തന്നെ വരണം. കാരണം നമുക്ക് ഇതിനകത്തേക്ക് വാട്ടർ മെലൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ലൂസാകും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ അടിച്ച് സ്റ്റിഫാക്കി എടുക്കുക. ഇതാ നോക്കിക്കേ, തിരിച്ചു വെച്ചാൽ താഴെ പോവില്ലാത്ത രീതിയിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തണ്ണിമത്തൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തണ്ണിമത്തൻ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 3 ഡ്രോപ്പ് റെഡ് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജെൽ കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. വീഡിയോയ്ക്കൊക്കെ ആവുമ്പോൾ കുറച്ച് കളർഫുൾ ആവേണ്ട കൊണ്ട് മാത്രമാണ് ഞാൻ കളറ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടണം. അതുവരെ നന്നായിട്ട് വിപ്പ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും വാട്ടർ മെലൺ പ്യൂരി എത്തണം. നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം നന്നായിട്ട് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഞാനിത്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് വിപ്പ് ചെയ്യാം. നന്നായിട്ടൊന്ന് അടിച്ച് സോഫ്റ്റാക്കി എടുക്കാം.
2-3 മണിക്കൂർ വരെ ഫ്രീസറിൽ ഇരുന്നതിന് ശേഷം എടുത്ത് വീണ്ടും നന്നായിട്ട് അടിച്ച് സോഫ്റ്റാക്കി എടുക്കുകയാണ്, ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ബീറ്റാക്കണം. ഇപ്പം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് മറ്റൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അത് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 7 മുതൽ 8 മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ഞാൻ രാത്രിയിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ഇത് രാവിലെ ആയപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള വാട്ടർ മെലൺ ഐസ്ക്രീം ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. ഇതാ നോക്കിക്കുക, അതിനകത്ത് ആ തണ്ണിമത്തൻ്റെ പീസസ് ഒക്കെ വന്നേക്കുന്നത് നല്ലൊരു റെഡ് കളറിൽ ഇടയ്ക്ക് കാണുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. വളരെ ടേസ്റ്റിയാണ് ഈ തണ്ണിമത്തൻ ഐസ്ക്രീം. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് വാട്ടർ മെലൺ ഐസ്ക്രീം ആണല്ലോ, അപ്പോൾ ആ വാട്ടർ മെലൻ്റെ ഫ്ലേവറാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവും. വാട്ടർ മെലൺ ഐസ്ക്രീം അങ്ങനെ നമ്മൾക്ക് വാങ്ങിക്കാനൊന്നും കിട്ടണില്ല. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ നോക്കിക്കേ, എത്ര രസമാണ് കാണാനായിട്ട്, എത്ര ഭംഗിയായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കഴിക്കാനും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതാ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഐസ്ക്രീം റെഡിയായി വന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം. Stay safe, stay happy, take care, bye bye.